ക്യാമറ പിടിക്കാൻ അറിയാവോ? നിനക്ക് ക്യാമറ പിടിക്കാൻ അറിയാവോ? നിങ്ങൾ എവിടുത്തെ നമ്മളെന്തോ തെറ്റ് ചെയ്തെന്നുള്ള ഫീലിംഗിൽ നമ്മള് മാപ്പ് പറയേണ്ടി വന്നു അങ്ങോട്ട്. അതെ. നല്ല മഴയുള്ളൊരു ദിവസം. ഇപ്പൊ ഈ മഴയുള്ളൊരു ദിവസത്തിന്റെ തുടക്കം ഒരു ATM നിന്നാണേ. അതെ, ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം ഇന്ന് ഞങ്ങള് എടുക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മോള് ശിവമോളാണ് എടുക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. ഇത് എത്രയുണ്ടെന്ന് നിങ്ങളിപ്പോ കണ്ടോണം. എങ്ങനെ പറയണം, എന്ത് പറയണോന്നറിയത്തില്ല. നമുക്ക് എന്താ പറയുന്നത്, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒത്തിരിയും വലിയ തുകയല്ലെങ്കിലും നമ്മുടെ അധ്വാനത്തിന്റെ ഫലം, അതിന്റെ അപ്പുറം നിങ്ങൾ ഓരോരുത്തരും നമുക്ക് തന്ന സപ്പോർട്ട്. നമുക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. ഇത്രയും പൈസ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് അവിടെ വീണ ശരിക്കും ഇത് കണ്ടാക്ക, വീണ കരയാണ്. ഭയങ്കര സന്തോഷത്തിന്റെ ആണ് കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. ഹായ് ഹായ്, എല്ലാവർക്കും മിസ്വിയർ ഐഡിയാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യ യൂട്യൂബ് വരുമാനം വന്നിരിക്കുന്നു. അപ്പം ഇതില് ആദ്യം തന്നെ നിങ്ങളോടുള്ള നന്ദി നമ്മൾ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കഷ്ടപ്പാടിനുപരി നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ നമ്മുടെ ചാനലില് 16,600 സംതിങ് ആൾക്കാരുണ്ട്. ഈ 16,600 പേരും നമ്മളെ ഒരുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പം ഇങ്ങനെ ഒരു ഏണിങ്സ് നമുക്ക് കിട്ടിയത്. അപ്പം ഒന്നും കൂടി എല്ലാവരോടും, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുക കേട്ടോ. അതിലുപരി ഞങ്ങളെ ഈ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച ലൈവിൽ വന്ന പേരെടുത്ത് നമ്മൾ ഒരാളായിട്ട് പറയുന്നില്ല, നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിൽ ഞാൻ എപ്പോൾ ലൈവ് കട്ടാക്കുന്ന ആ നിമിഷം വരെ നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്നും വരുന്നുണ്ട് അവരോട്. അപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരാളുടെ പേര് അബദ്ധവശാൽ വിട്ടുപോയാൽ അയാൾക്ക് പിണക്കവും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷം. അപ്പം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് 2021 ആ ഒരു ടൈമിലാണ്. 2021 നമ്മൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പക്ഷെ ആ ചാനൽ ഒന്നും തന്നെ അപ്ലോഡ് ആക്കിയിട്ടില്ല. നമ്മൾ ആ ചാനൽ പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയത് 2024 ഡിസംബർ 25 ആദ്യമായിട്ട് ആ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് രാവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം കണക്ക് എടുക്കുമായിരുന്നു. അത് പക്ഷെ അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. 1K മേലെ ഉണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ എടുത്തത് തൊഴിലുറപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിരുന്നു. അതും നമ്മൾ എന്താ പറയുക, ആദ്യത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാ ചെയ്തത്, അടുത്തുള്ള കുട്ടി നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ടെന്ന് നമ്മൾ കണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മളത് എടുത്തത്. രണ്ടാമത് തൊഴിലുറപ്പിന്റെ ഇത് വെച്ചപ്പോഴും നമ്മൾ ആരെയാ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ തന്നെയാണ്. അതായത് ഒരു 10 പേരുണ്ടായിരുന്നില്ല, 8 പേരുണ്ട്. അപ്പൊ ഇവർക്ക് അഭിനയത്തെ പറ്റി യാതൊരു ഒന്നും അറിയത്തില്ല. പക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും താല്പര്യം. പക്ഷെ നമ്മളെല്ലാവരോടും അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴിലുറപ്പിന്റെ അത് വെച്ച് എല്ലാവരെയും വെച്ച്. അപ്പം ഞങ്ങൾക്ക് ഫോണില്ല, ഞങ്ങൾക്ക് ഫോണില്ലായിരുന്നു. നമുക്ക് സാധാ ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. അത് വീഡിയോ എടുക്കാനോ ഒന്നും ക്ലാരിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. അപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഫോൺ തന്ന അന്ന് നമുക്ക് വീഡിയോ പിടിക്കാൻ തന്ന വസീറാസ് എന്ന് പറഞ്ഞൊരു ഫോനാണ്. അവൻ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു താമസം. അപ്പൊ നമുക്ക് ഇത് യൂട്യൂബിന്റെ പരിപാടിയും മെയിൻലി നമുക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമുക്ക് നമ്മുടെ ക്യാമറയ്ക്കകത്ത് വീഡിയോസ് എടുക്കാൻ അറിയാം, അല്ലാണ്ട് ഒരു വക അറിയത്തില്ല. അപ്പം ക്രിസ്മസ് രാവിലെ അത്യാവശ്യം വ്യൂവേഴ്സ് ആയി. അപ്പം എല്ലാരും ചോദിക്കുന്നു ഇനി ഇടുന്നില്ലേ ചോദിച്ചപ്പോ അപ്പൊ രാഷ്ട്രം പറഞ്ഞ നമുക്ക് ഇതണക്ക് തൊഴിലുറപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരിത് ചെയ്താൽ എന്താ, അതായത് കോമഡി പരമായിട്ട്. അപ്പൊ ഈ തൊഴിലുറപ്പ് സംബന്ധിച്ച് കോമഡി ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം കോമഡി തൊഴിലുറപ്പിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഞങ്ങളൊരു നമ്മുടെ നാട്ടുകാരെയൊക്കെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ച് ഞാനങ്ങനെ എല്ലാവരെയും സംഘടിപ്പിച്ച് എല്ലാവരോടും അനുവാദം ചോദിച്ച് അവർക്ക് 100% ഇഷ്ടമാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ അവരെ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും സെറ്റ് ചെയ്ത് ഞങ്ങൾ ഒരേ ഷോട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേർക്കുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൻ്റെ അകത്ത് ഞങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് രാവിലത്തെ ഷോട്ടൊക്കെ എടുത്ത് ഉച്ചക്കത്തെ ഷോട്ടൊക്കെ എടുക്കാൻ ചെന്നപ്പോൾ കുറച്ച് പേര് അതിൻ്റെ അകത്ത് നിന്ന് പതുക്കെ വലിയാൻ തുടങ്ങി. രാവിലെ നിന്നവരൊന്നും കാണുന്നില്ല. അയ്യോ എന്ത് ചെയ്യും, അത് പബ്ലിക് ആൾക്കാരെ കാണുന്ന മറ്റേ അങ്ങനെ കുറേ ഇത് പറഞ്ഞ് കുറേ പേര് ഒഴിവായി.
എന്നിട്ടും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഒരു തന്നെ അത് നമുക്ക് ഉപേക്ഷിച്ചേക്കാന്ന് ഞാൻ വീണ എന്നോട് പറഞ്ഞല്ലേ, വേണ്ട നമുക്കിത് പറയാൻ ചെയ്യണ്ട. വരുന്ന രാഷൻ അന്ന് രാവിലെ രാഷ്ടൻ ഇവിടുന്ന് പണിക്ക് പോയ വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. എനിക്കപ്പോൾ സുഖമില്ലാണ്ട് ഞാൻ വീട്ടിൽ പോയേക്കുക. അപ്പോൾ രാഷൻ അവിടെ വെച്ച് മഴയോ എന്തോ കാരണം കൊണ്ട് പണിയില്ലാതെ തിരിച്ചു വന്നു. രാഷനപ്പം എന്നെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് പ്രഷറിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി 2 കയ്യിലും ഞരമ്പിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ രാഷ്ട്രം പറഞ്ഞു ഞാനിവിടെ എല്ലാവരെയും പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുക, വന്ന് നമുക്ക് ഇതാക്കി വെച്ചാൽ മതി. അപ്പം നമുക്കിതെങ്ങനെ ഈ കാര്യങ്ങൾ എങ്ങനെ വീഡിയോ എടുക്കണം ഒന്നും അറിയത്തില്ല. നമ്മൾ എന്നിട്ട് എന്തെടുത്തു, ഓരോരുത്തരുടെയും പേരിനകത്ത് ഇന്നവർ ഇന്ന ഡയലോഗ് ചെയ്യണം എന്നുള്ള ഇതിൽ പറഞ്ഞു. ഈ എഴുതി വെച്ചത് ഒരു 5 പേരുടെ പേര് വെച്ചിട്ടാണ് എഴുതി. ആ 5 പേർക്കും 100% സപ്പോർട്ടാണ്. പക്ഷെ ഈ 5 പേരും നമ്മളുമായിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ വീഡിയോ എല്ലാം എടുത്തു. രാവിലെ കുറച്ച് പേര് ഡയലോഗൊക്കെ പറഞ്ഞു എല്ലാം ഇതാക്കി. ഉച്ച കഴിഞ്ഞപ്പം രാവിലെ 10 പേരുണ്ടേ, ഉച്ചയായപ്പോ 6 പേരേ ഉള്ളൂ. 4 പേരങ്ങ് പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ പോയി, ഇത് എങ്ങനെ ഇത് റെഡിയാക്കുമെന്നുള്ള ഒരു 3 മണിയായപ്പോ 2 പേരും കൂടെ അങ്ങ് പോയി. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നും വെച്ചിട്ട് ഈ ഉള്ള ഒരു 3-4 പേരെ വെച്ച് നമ്മൾ സാധനം ഫിനിഷ് ചെയ്ത് അപ്ലോഡ് ചെയ്തത് ഡിസംബർ 30-ാം തീയതിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഡിസംബർ 30-ാം തീയതി ഡിസംബർ 31-ന് രാവിലെയാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഡിസംബർ 31-ന് വൈകിട്ട് നമ്മൾ തകഴിപ്പോയി, അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി, മാമന്റെ കെട്ടുമുറുക്കിന് പോയി. നമ്മളപ്പം നമുക്ക് ഫോണില്ലല്ലോ കയ്യില്. നമ്മൾ അവിടെ ചെന്ന് അടുത്തുള്ളവരെയും കൊണ്ടൊക്കെ സബ് ചെയ്തിപ്പിച്ചിട്ട് നമ്മൾ നോക്കും. അപ്പൊ നോക്കിയപ്പോ എന്നാ വീഡിയോയ്ക്ക് പരസ്യം കയറിയപ്പോ സന്തോഷമായി. പരസ്യം കയറി ആദ്യം പൈസ കിട്ടുമെന്നുള്ള ഒരു ഇതാ എല്ലാവർക്കും, വ്യക്തതയില്ലല്ലോ ഇതിനെപ്പറ്റി. അയ്യോ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 6 മണിയായപ്പോ എനിക്ക് ഫോൺ വരുന്നു, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, കാരണം ഞങ്ങളുടെ പണിയും കൂടെ പോകും, നിങ്ങൾ കാരണം ഞങ്ങളുടെ തൊഴിലുറപ്പ് നഷ്ടപ്പെടും, അങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ആളും കൂടി കിടക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഓടിപ്പാഞ്ഞ് ഇവിടെ വന്നപ്പോ ഭയങ്കര ഭൂകമ്പം. ഇവിടെ ആളെല്ലാം കൂടെ പിടിച്ചോണ്ടാണ് അവിടെ ഓടി വന്ന് നിങ്ങൾ എന്ത് പരിപാടിയാണ് അറിയാവോ, നിനക്ക് ക്യാമറ പിടിക്കാൻ അറിയാവോ, നമ്മളെന്തോ തെറ്റ് ചെയ്തെന്നുള്ള ഫീലിംഗിൽ നമ്മൾ മാപ്പ് പറയേണ്ടി വന്നു അങ്ങോട്ട്. അതെ, ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അന്ന് തന്നെ ഇവിടെ രാവിലെ ഡിസംബർ 31-ന് രാവിലെ ഒരു 9 മണിയായപ്പോ മറ്റോ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞങ്ങളത് രാത്രി ഒരു 8-9 മണി ആയപ്പോ നോക്കിയപ്പം 900 സംതിങ് വ്യൂവേഴ്സ്. അന്ന് ഒരു കാര്യം ഓർക്കും, അന്ന് ഞങ്ങൾക്ക് സബ്ബൊന്നും ഇല്ല, സബ് അധികമില്ല. അത്രയും ആ ലോങ് വീഡിയോ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെ കുരുക്കൊപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റി. അത് വേറെ വഴിക്ക് പോയി. ഞങ്ങൾ രാവിലെ തൊട്ടുള്ള ഞങ്ങളുടെ കഷ്ടപ്പാടാണ്. ഇപ്പം നമ്മുടെ സാധാരണ നമ്മുടെ തൊഴിലുറപ്പുള്ള പെണ്ണുങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ളവരൊക്കെയാണ് എല്ലാവരും. അവർക്കെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരെ കൊണ്ട് നമ്മൾ അഭിനയിപ്പിച്ച് കൊലിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മളത് എല്ലാം റെഡിയാക്കി, എല്ലാം സെറ്റ് ചെയ്ത് ഇത്രയും കഷ്ടതകളൊക്കെ നമ്മൾ സഹിച്ച് ഇതെല്ലാം റെഡിയാക്കി വന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ വീഡിയോ ഞങ്ങൾ അന്ന് രാത്രി ഇവിടെ വന്ന് അത് ഡിലീറ്റ് ചെയ്ത് ഞങ്ങൾ ഭയങ്കര വിഷമമായിപ്പോയി. ഞങ്ങൾ ഡിലീറ്റ് അവരോട് ക്ഷമ ചോദിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങൾ അതോർത്ത് വളരെ സന്തോഷിക്കുകയാണ്. അവരന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കത്തില്ല, ഞങ്ങൾ രണ്ടും ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു, ഞങ്ങൾക്ക് ഈ വരുമാനം കിട്ടത്തുമില്ലായിരുന്നു. നിങ്ങൾ ഈ 16,500 രൂപയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ ഇപ്പോഴും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അത്രയ്ക്ക് അന്ന് വിഷമമായിപ്പോയി, ഒരു വാശിയുടെ പുറത്താണ് ഞങ്ങൾ വന്നത്. വീണ അന്ന് അഭിനയിച്ചിട്ടില്ല, ഞാനും അഭിനയിക്കുന്നില്ലായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, പിന്നെ ഞങ്ങളുടെ വല്ലവരെയും വെച്ച് ചെയ്യുമ്പോഴല്ലേ നാളെ ആണെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടി വരത്തുള്ളൂ. നമുക്ക് തന്നെ ആയാലും എന്താ, നമുക്ക് അറിയത്തില്ലല്ലോ, ഒന്നാമത്തെ കാര്യം ഇതിനെ പറ്റി അറിയത്തില്ല, എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നീട് നമ്മള് ഇത് ഡിലീറ്റ് ആക്കിയപ്പോൾ 900 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. 2025 ജനുവരി എന്ന് പറഞ്ഞത് ഞാൻ ഞാൻ കരഞ്ഞോണ്ടാണ് 2025 ഞാൻ തുടങ്ങിയത്. കാര്യം വെച്ചാൽ നമുക്ക് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, അങ്ങനൊക്കെ ഇതാക്കിയപ്പോൾ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾ എന്തിനത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, അതിനകത്ത് യാതൊരുവിധ ഇവര് പറയുന്ന പോലെ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യില്ലായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് അത് വെച്ച് എന്തെങ്കിലും ഏണിങ്സ് കിട്ടിയെന്ന് പറഞ്ഞു തന്നെ ഞങ്ങളെ വെച്ചിട്ട് അഭിനയിച്ചിട്ടല്ലേ നിങ്ങൾക്ക് അത്രയും പൈസ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ തന്നെ അഭിനയിച്ചിട്ട്, ഞങ്ങൾ തന്നെ മാത്രമല്ല, ആദ്യമേ നമ്മുടെ കുറച്ച് പേര് നമ്മുടെ 2-3 ഷോർട്സിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും മോണിറ്റേഷൻ ആക്കിയത് നമ്മുടെ ഒരു 2-3 ഷോർട്സ് മില്യൺ അടിച്ച്. അതിൽ നമ്മുടെ വിഷുക്കണ്ണിയുടെ ഷോർട്സ്, മെമ്പറിന്റെ ഷോർട്സ്, അപ്പൊ ഞങ്ങളൊന്നും നോക്കിയില്ല. വീണയും ഇതിൻ്റെ അകത്ത് കയറി. വീണയും ആണെങ്കിലും ഞാനാണേലും ഒരു സ്റ്റേജിൽ പോലും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല.
അപ്പോൾ ഞാനാണ് ആദ്യമേ ഡബ്ബിംഗ് ഒക്കെ ഇവിടെ നിന്ന് ഒരു സിനിമയുടെ ഡയലോഗൊക്കെ നോക്കി ഞാൻ എൻ്റെ മുഖം വെച്ചുള്ള കോപ്രായങ്ങളും കോമാളി പൊട്ടൻ എന്തോ വെങ്കോന്തൻ ഇതൊക്കെ നമ്മൾക്ക് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും എനിക്കൊരു പരാതിയില്ല. നിങ്ങൾ കമൻറ്റ് ഇടുക, നമ്മളത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുണ്ട് എന്ന് വിചാരിച്ച് ആരും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കരുത്. അവർ നമ്മളെ അന്ന് ചിലപ്പോൾ സബ് ചെയ്യും. ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് നിന്ന് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ മേടിക്കരുത്. കാര്യം എന്താന്ന് വെച്ചാൽ തമാശ രൂപനെ ആണെങ്കിലും ഇന്നലെ നാളെ നമ്മളോട് പറയും ഇതേ ഞങ്ങളും കൂടി ഇതാക്കിയിട്ടാ ഇപ്പം എന്തേലും ഒക്കെ ഇതാക്കുന്നത്. അങ്ങനെ പറയും. അവര് ഭയങ്കര ജാട ടീമാ ഇപ്പം, വലിയ യൂട്യൂബേഴ്സ് ആയെന്നൊക്കെയാ. എന്തോ ജാട കാണിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾ അന്നത്തെക്കാട്ടിൽ ഇത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരാളോട് വർത്താനം പറയുമ്പോ നമുക്ക് ഉള്ളാല് ഒന്നും ആയിട്ടില്ല. യൂട്യൂബിന്റെ ഇതിൽ നമ്മൾ വട്ടപൂജ്യം തന്നെയാണ് ഇപ്പോഴും. എന്നാലും വർത്താനം പറയുമ്പം ഞാൻ നേരത്തെക്കാട്ടി ഇത്തിരി കൂടെ സോഷ്യലായിട്ട് തന്നെയാണ് ഇപ്പൊ സംസാരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ തമാശ രൂപേനെ പോലെ എനിക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല. ഭയങ്കര ജാടയാണ്, ഇതാണ്, ആനയാണ്, തേങ്ങയാണ്, കോടയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് നമുക്ക് ഫോണില്ല. അപ്പോൾ ആ കുഞ്ഞാണ് ഫോൺ തന്നത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഫോൺ മേടിക്കണമെന്ന് വിചാരിച്ച് അതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ വിരിച്ച് ഫോൺ മേടിച്ച കാര്യം, അതൊക്കെ ഒരുപാട് ഇതായിപ്പോൾ. അതുകൊണ്ട് ഫോണിൻ്റെ കാര്യം അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ മേടിച്ച് ഞങ്ങൾ എന്തായാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോണൊക്കെയാണ് അത് വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ വീണയില്ല. അപ്പോൾ വീണയ്ക്ക് ആദ്യമേ ഇല്ല. അപ്പം ഞങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നു, ഇതെങ്ങനെയെങ്കിലും ഇത് മോണിറ്റേഷൻ ആക്കുക എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോണിറ്റേഷൻ ആക്കി ഒരു 1.5 വർഷം കൊണ്ടല്ലേ, ഒരു 1.5 വർഷം. അതൊക്കെ 1.5 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1600 സംതിങ് സബ്സ്ക്രൈബേഴ്സ്, 500 സബ് കഴിയുമ്പോൾ ലൈവ് ഇടാവണമെന്നോ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. 1600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ലൈവ് ഇടാൻ തുടങ്ങിയത്. ആദ്യത്തെ ലൈവിലൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിലും കുറച്ച് തെറ്റുകുറ്റങ്ങൾ. കാര്യം വെച്ചാൽ നമ്മൾ ഒന്നാമത്തത് നമ്മുടെ ലൈവ് ടൈം പ്രോപ്പർ ടൈം അല്ലായിരുന്നു. നമുക്കൊരു പ്രോപ്പർ ടൈം ഇല്ല, ഇന്ന ഇത്ര മണി എന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് 2-3 പേരുടെ പേര് പറയാതിരിക്കാൻ പറ്റും. ഞങ്ങൾക്കൊന്ന് നമ്മുടെ സാഗർ ബ്രോ, അതായത് ANR സാഗർ ബ്രോ, ANR, പിന്നെ ആരായിരുന്നു നമുക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ. അവരൊക്കെ വലിയ മെയിൻ ചാനലാണ്. അവർ വന്നിട്ടാണ് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ അവസരത്തിൽ അവരോട് ഞാൻ നന്ദി പറയുകയാണ്. നേരത്തെ പറഞ്ഞ് നമ്മുടെ സപ്പോർട്ടറുണ്ട്. ഇതിപ്പോൾ അവർ പ്രത്യേകം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവരാണ് നമുക്ക് വന്ന് യൂട്യൂബ് ഇങ്ങനെ ഷോട്ട് ഇടണം, അങ്ങനെ ചെയ്യണം, ഇത്ര മണിക്ക് ചെയ്യണം, ലൈവ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് വന്നത്. അതുപോലെ തന്നെ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ ഒരു 2-3 പേര് നമുക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ്, നമ്മുടെ ഞങ്ങൾ ഒരു ദിവസം ഇത് കണക്ക് ഇങ്ങനെ ലൈവ് ഇരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ടോ ഗിഫ്റ്റ് ഞങ്ങൾ പറഞ്ഞാൽ ഉണ്ട്, ഒന്ന് കാണിക്കുമോ